So the next step was know your class well. സോ ഒരു ടീച്ചറിന് ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ എല്ലാ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനെയും പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം, ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ഈ കുട്ടി ഇന്ന സ്ട്രെങ്സ് ഈ കുട്ടിക്കുണ്ട്, ഇന്ന വീക്ക്നെസ് ഈ കുട്ടിക്കുണ്ട്, അപ്പോൾ ഇന്ന കള്ളത്തരങ്ങൾ കുട്ടി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പ്രോപ്പറായിട്ടൊരു ഐഡിയ ടീച്ചറിന് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മൈൻഡ് ക്ലാസ്സിൽ നിന്ന് ഒന്ന് മാറി കഴിയുമ്പോൾ ടീച്ചറിൻ്റെ കണ്ണ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും. So this is know your class well. Always this is best quality of a teacher. ഒരു ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ആരുടെയെങ്കിലും ഒരു ശ്രദ്ധ പതറിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു ടീച്ചറിൻ്റെ കണ്ണ് പോവുകയാണെങ്കിൽ ഷീ നോസ് ദ ക്ലാസ് വെൽ ആൻഡ് ഷീ ഈസ് very experienced or she is very talented in taking classes. The next step is adopt an appropriate professional style in classroom and keep to it. Being too friendly or too remote have marked effects on discipline. So ഓരോ ടീച്ചറിനും ഓരോ ടീച്ചറിൻ്റേതായിട്ടുള്ള ടീച്ചിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ബിഹേവിങ് സ്റ്റൈൽ ഉണ്ടായിരിക്കണം. ഒരിക്കലും കുട്ടികളോട് വളരെ ഫ്രണ്ട്ലി ആവാൻ പാടില്ല, തോളത്ത് കൈയിട്ട് നടക്കാനും പാടില്ല, എങ്കിൽ കുട്ടികളോട് ഒന്നും മിണ്ടാതെ മാറിയിരിക്കാനും പാടില്ല. സോ ഒരു മീഡിയം പൊസിഷൻ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിൽ ഫൈനലി ഡാ പോ എന്ന ബന്ധാവും. സോ ആ ടീച്ചർ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ലെവലിലെ കുട്ടികൾ കാണുള്ളൂ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് വെരി റിമോട്ട്, ആ ടീച്ചറിന് ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഞങ്ങളെ ഇഷ്ടമില്ലാത്ത ടീച്ചറിൻ്റെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്. So this will be the attitude of the students. So the teacher should have a close relation with the student, but it should not be too friendly or too remote. The next is watch for events that can lead to loss of class control, like continued failure to complete assignments, unexplained absence. So ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി ട്രാക്കിൽ നിന്നും മാറിപ്പോകുന്നത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ടീച്ചർ ശ്രമിക്കണം. ലൈക്ക് ഒരാൾ എല്ലാ ദിവസവും 5 മിനിറ്റ് വൈകിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. അങ്ങനെ പല തവണ ലേറ്റ് ആയിട്ട് വെച്ച് നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അസൈൻമെൻറ്റ് കംപ്ലീറ്റ്ലി വെക്കാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് സച്ച് സിറ്റുവേഷൻസ് ആദ്യമേ തന്നെ ആ ട്രാക്കിൽ നിന്നും വഴുതി പോകുന്ന സ്റ്റേജിൽ തിരിച്ചു പിടിച്ച് ട്രാക്കിലേക്ക് ഇടേണ്ടത് ഒരു ടീച്ചറിൻ്റെ ചുമതലയാണ്. സോ വാച്ച് ഫോർ ഇവൻറ്റ്സ് ദാറ്റ് ക്യാൻ ലീഡ് ടു ലോസ് ഓഫ് ക്ലാസ് കൺട്രോൾ, ലൈക്ക് കണ്ടിന്യൂഡ് ഫെയിലിയർ ടു കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ്. The next is explain momentum in class. Avoid too long explanations. Focus attention swiftly and have a reasonable pace of class activity. So എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഒരു നോർമൽ പേസ് ഉണ്ടായിരിക്കണം ഓരോ ടീച്ചേഴ്സിനും. ചില ടീച്ചേഴ്സ് ഭയങ്കര സ്ലോ ആണ്, ഇങ്ങനെ എഴഞ്ഞേ പോവുള്ളൂ. നേരെ മറിച്ച് ചിലർ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഒരു ലെസനൊക്കെ 2 ദിവസം കൊണ്ട് എടുത്തു തീർക്കും. സോ ബോത്ത് സിറ്റുവേഷൻസ് ആർ ട്രാജിക്. നമ്മളെപ്പോഴും ഒരു ന്യൂട്രൽ പേസ് ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യുക. ദ ടീച്ചർ ഷുഡൻറ്റ് ബി ടു സ്ലോ ഓർ ടു ഫാസ്റ്റ്. She should focus on attention swiftly and have a reasonable pace of the class activity. Do not confuse the trivial and the important. Overreaction to a minor breach of rule can counterproductive. So ചില ടീച്ചേഴ്സ് ഉണ്ട്, ഒരു കുഞ്ഞ് ലൈക്ക് ക്ലാസ്സിൽ ഒരു ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുശുകുശിപ്പിന് വരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കലും പ്രിൻസിപ്പലിൻ്റെ അടുത്തലും ഒക്കെ വിടലുമായിരിക്കും ചെയ്യുക, അല്ലേ? സോ അങ്ങനെ കുഞ്ഞ് മിസ്കണ്ടക്റ്റിനെയും അതുപോലെ തന്നെ മേജർ മിസ്കണ്ടക്റ്റിനെയും പലപ്പോഴും കുട്ടികൾക്ക് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് അവിടെ നഷ്ടപ്പെടും. സോ എപ്പോഴും ഒരു മൈനർ മിസ്കണ്ടക്റ്റിനെ അതിൻ്റെ ലെവലിലും മേജർ മിസ്കണ്ടക്റ്റിനെ അതിൻ്റെ ലെവലിലും വെച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. രണ്ടിനെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഏതാണ് ട്രിവിയൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റില്ല. ആൻഡ് ദിസ് വിൽ ബി കൗണ്ടർ പ്രൊഡക്റ്റീവ്.
The next thing is be fair-minded and impartial. ഇതാണ് പലപ്പോഴും കുട്ടികളെ ഹേർട്ട് ചെയ്യുന്നത് അല്ലേ? സോ എന്നോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അവളോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, ടീച്ചറിന് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഒരു കുട്ടിയുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അത് വിട്ടുപോയില്ല. ആ ഒരു ടേം തീരുന്നത് വരെ അത് ആ കുട്ടിയുടെ മനസ്സിൽ തന്നെ കിടക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞാലും പറയുമായിരിക്കും ഇല്ലേ? സോ സച്ച് തിങ്സ് ഷുഡ് ബി അവോയ്ഡഡ്. ഓൾവേസ് ബി ഫെയർ മൈൻഡഡ് ആൻഡ് ഇംപാർഷ്യൽ. സോ ഞങ്ങൾ എയിംസിൽ പഠിക്കുന്ന സമയത്ത് വി ഹാഡ് എ മാം ലൈക്ക് ഗീത റാസ്താൻ. പുള്ളിക്കാരി കാശ്മീരിയാണ്. പുള്ളിക്കാരി ഇങ്ങനെ വെളുത്ത് ചുവന്ന് ആപ്പിൾ പോലെ ആയിരിക്കും. ആൻഡ് പുള്ളിക്കാരിയുടെ കൺസെപ്റ്റിൽ ഭയങ്കര വെളുത്ത് ഭയങ്കര സുന്ദരിമാരെ മാത്രമേ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളൂ. ആൻഡ് നമ്മൾ കേരളീയരൊക്കെ ഇത്തിരി ഡസ്കി ആയിട്ടുള്ള സ്കിൻ, നമ്മുടെ സ്കിന്നൊക്കെ വെളുത്തതാണെങ്കിലും വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് ഡസ്കി. ആ ഒരു നോർത്ത് ഇന്ത്യൻസിൻ്റെ ആ ഒരു ഗ്ലേസ് ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നിന്. സോ അങ്ങനത്തെ ആ ഗ്ലേസ് ഇല്ലാത്ത നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനെ ഒന്നും പുള്ളിക്കാരിക്ക് കാണരുത്. ആൻഡ് എക്സാം പേപ്പർ വരുമ്പോൾ പുള്ളിക്കാർ വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നേരെ സൗത്ത് ഇന്ത്യൻസിനൊക്കെ 25 50 26, 27, മാക്സിമം പോയാൽ 29 നമ്മൾ മരിച്ചു കിടന്ന് എഴുതിയിട്ടുണ്ടാവും. ആൻഡ് നോർത്ത് ഇന്ത്യൻസ് യൂഷ്വലി അവർ ഭയങ്കര കൂളാണ്, അങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ടീമൊന്നും അല്ല. സോ എന്നിരുന്നാലും അവരുടെ മാർക്ക് 47, 48, 49 ഇങ്ങനെയൊക്കെ ആയിരിക്കും 50. സോ ഫൈനലി വൺ ഓഫ് അവർ ക്ലാസ് മെമ്പേഴ്സ് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തു ഗ്രീവിയൻസ് സെല്ലിൽ. ആൻഡ് ഫൈനലി ഇറ്റ് വാസ് റീഇവാലുവേറ്റഡ്. അപ്പോൾ 26 കിട്ടിയ കുട്ടിക്ക് ഫൈനലി ഒരു 45 എങ്ങാണ്ട് മാർക്ക് കിട്ടി. ആൻഡ് ഷി വാസ് ഡീപ്രമോട്ടഡ്. സോ സച്ച് തിങ്സ് മേ ഹാപ്പൻ. സോ ഓൾവേസ് ബി ഫെയർ മൈൻഡഡ് ആൻഡ് ഇംപാർഷ്യൽ. Never show impartiality to a student. Favoritism of any kind, conscious or unconscious bias, will be interrupted by the class as an indication that fair consideration from the side of the teacher cannot always be executed. So, favoritism of any kind ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ടീച്ചർ ഏതെങ്കിലും തരത്തിൽ ഇംപാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഫേവറിറ്റിസം കാണിക്കുകയാണെങ്കിൽ ഈ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നീതിപരമായ ഒരു തീരുമാനം കിട്ടില്ല എന്ന ഒരു വിശ്വാസം കുട്ടികളിൽ ഉളവാവും. സോ സച്ച് തിങ്സ് ഷുഡ് ബി അവോയ്ഡഡ്. അവോയ്ഡ് ഫേവറിറ്റിസം, ഐദർ ഇറ്റ് ഇസ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്, വിച്ച് മേ ഗീവ് എ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ടു ദ ക്ലാസ്. The next is order issues firmly and unambiguously. So whenever you order something to the class, be stern, be firm and be unambiguous. സോ ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് നാളെ എല്ലാവരും ഇത് കൊണ്ടുവന്നിരിക്കണം എന്ന് പറയുന്നതിന് പകരം നാളെ എല്ലാവരും ഇത് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. സോ ഇതിലേത് ടോണായിരിക്കും നിങ്ങളിത് സീരിയസ് ആണ് അല്ലെങ്കിൽ ഇത് ചെയ്തിരിക്കണം എന്ന് വിചാരിക്കുക. So such whenever you order issues, always be stern, be firm and unambiguous. Command only when other measures fails, but command with decision and consistency. സോ ആദ്യമേ തന്നെ ക്ലാസ്സിൽ ചെന്ന് ഒരു വലിയ കമാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യമേ ഒന്ന് മയത്തിൽ പറഞ്ഞു നോക്കുക, അസൈൻമെൻ്റ് ഒക്കെ നാളെ വെക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കുക. അതൊന്നും നടക്കുന്നില്ല എങ്കിൽ മാത്രമേ ചെന്നിട്ട് ഒന്ന് പേടിപ്പിക്കാവുള്ളൂ. ആൻഡ് വെനെവർ കമാൻഡ്സ് ആർ ഇഷ്യൂഡ്, ബി കൺസിസ്റ്റൻറ്റ്. ദ നെക്സ്റ്റ് ഇസ് ടീച്ചർ ഷുഡ് നോ വെൻ ആൻഡ് ഹൗ ടു റെപ്രിമാൻഡ്. ഒരു ക്ലാസ്സിൽ ഡിസിപ്ലിൻ ഇല്ലാണ്ടാവുന്നു, എപ്പോഴാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് ടീച്ചറിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ബിഫോർ പണിഷിങ്, ensure the situation really wants it. സോ എടുത്ത ചാട്ടം ഒരു ടീച്ചറിന് നല്ലതല്ല. എന്തെങ്കിലും ഒന്ന് കണ്ട പാടെ ചാടിക്കടിച്ച് കുട്ടീനെ വഴക്ക് പറയുകയല്ല ചെയ്യേണ്ടത്. ഷീ ഹാവ്സ് ടു തിങ്ക് എ ബിറ്റ്. ഇത് പണിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണോ, ഞാൻ ഈ കുട്ടീനെ ശിക്ഷിക്കണമായിരുന്നോ എന്ന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു മിസ്കണ്ടക്റ്റിനോട് റെസ്പോണ്ട് ചെയ്യാവുള്ളൂ. വിത്തൗട്ട് ഹെസിറ്റേഷൻ consider dismissal of a student who continuously threatens the maintenance of